ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രന്റെ മകളാണ് അലീനയെന്ന് കമലം മനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. മനുവിനെ ബാലചന്ദ്രനിൽ നിന്നും അലീനയിൽ നിന്നും അകറ്റാനായി കമലം അത് ഉടുപ്പും തൊങ്ങലും വെച്ച് മനുവിനോട് പറയുക. ഇത് കേട്ട് ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കി ചോദിക്കണമെന്നും അലീനയുടെ മറുപടി അറിയാനുമായി ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് മനു എത്തുന്നുണ്ട്. മനുവിനെ കണ്ടത് കൈചേന്തി പറയുക, ഓ അവളെ കാണാൻ വന്നതായിരിക്കും. ഇത് കേട്ട് മനു പറയുക, ആന്റി എന്തിനാ അങ്ങനെ പറയുന്നത്? എനിക്കിവിടെ വരാൻ പാടില്ലേ? നിരുമ്പായിച്ച് പറയുക, അല്ല നീ അവളെ കാണാനാണല്ലോ അല്ലെങ്കിൽ ഇവിടെ വരാറ്. പോയി കാണ്, നീയായിട്ട് കുറയ്ക്കണ്ട, പോയി സംസാരിക്ക്, എല്ലാവർക്കും അവളെ മതിയല്ലോ. ഇത് കേട്ട് ബാലചന്ദ്രൻ അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. അന്നേരം മനുവിനെ കണ്ട് അലീന ചിരിച്ചുകൊണ്ട് ചോദിക്കുക, ആ ഇത് മനുവേട്ടനോ? എപ്പോഴാ വന്നത്? അന്നേരം മനു പുറകെ തിരിഞ്ഞു നോക്കിയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം അലീനയോട് ചോദിക്കുക, സത്യം പറയേ, നീ ശരിക്കും ആരാ? അങ്കിളിന്റെ മകളാണോ നീ? എനിക്കറിയണം. ഇത് കേട്ട അലീന എന്ത് പറയണമെന്നറിയാതെ മനുവിന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കുന്നുണ്ട്. മനുവിൽ നിന്നും തനിക്ക് ഒന്നും ഒളിക്കാനില്ല എന്ന് അറിയാഞ്ഞിട്ടും ആ സത്യം മനുവിന്റെ മുഖത്ത് നോക്കി എനിക്ക് ഒരിക്കലും പറയാനാവില്ല എന്ന് മനസ്സിലാക്കിയ അലീന ഉടനെ തന്നെ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല. മനുവേട്ടൻ തന്നെ അച്ഛനോട് ചോദിക്ക്. ഇത് കേട്ട് മനുവിന് ദേഷ്യം വരുന്നുണ്ട്. ആദ്യമായി അലീനയുടെ മുഖത്ത് നോക്കി മുഖം കറുപ്പിച്ച് നോക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരും കൂടി എന്നെയും ഈ കുടുംബത്തേനും എല്ലാവരെയും പറ്റിക്കുകയാണല്ലേ? ഞാനിപ്പോ വിഡ്ഢി? എല്ലാവരും അങ്ങനെ പറയാൻ പറ്റില്ല. നീയും അങ്കിളും എന്നെ ശരിക്കും വിഡ്ഢിയാക്കുക. എന്തായാലും ഞാൻ അങ്കിളിനെ ഒന്ന് കാണട്ടെ. നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അങ്കിളിനോട് ഞാൻ ചോദിക്കാം. ഇത്രയും പറഞ്ഞിട്ട് മനു ബാലചന്ദ്രനെ കാണാനായി മുകളിലോട്ട് ഓടി പോകുന്നുണ്ട്. അന്നേരം അലീന വിഷമത്തോടെ നിൽക്കുക. തന്നോട് ഇത്രയും ഗൗരവമായി മനു ഇതിനു മുന്നേ സംസാരിച്ചിട്ടില്ല. സ്നേഹത്തോടല്ലാതെ നോട്ടം കൊണ്ടുപോലും നീ വേദനിപ്പിക്കാത്ത അനുവേട്ടൻ തന്റെ മുന്നിൽ ഇത്രയും പക്ഷത്തോടെ സംസാരിക്കണമെങ്കിൽ ആ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ലീന അന്നേരം മനസ്സിലാക്കുക. പോയേക്കും ബാലചന്ദ്രന്റെ മുറിയിലോട്ട് തട്ടി വിളിക്കുക. അന്നേരം ആരെന്ന് ചോദിക്കുന്നുണ്ട്. പോയേക്കും മനു പറയുക, ഇത് ഞാനാ മനു, അങ്കള് വാതിൽ തുറന്ന്. ഇത് കേട്ട് ബാലചന്ദ്രൻ തുറക്കുന്നുണ്ട്. മനുവിനെ നോക്കിയ ശേഷം ചോദിക്കുക, നീ ആയിരുന്നോ? എന്താ പെട്ടെന്ന്? നേരം മനു പറയുക, അങ്കൾ എന്താ നാടകം കളിക്കുകയാണോ? സത്യം പറയാ അങ്കളെ. അലീന ശരിക്കും അങ്കിളുടെ ആരാണ്? അവളെ ഓർഫണേജിൽ നിന്ന് കൊണ്ടുവന്നതും ഈ കുടുംബത്തിന്റെ സമാധാനവും സ്വസ്ഥതയും അങ്കിൾ തകർത്തതും അലീനയ്ക്ക് വേണ്ടിയാണോ? അങ്കിളെ മറ്റൊരു സ്ത്രീക്ക് ജനിച്ച പെൺകുട്ടിയാണോ ഈ അലീന? ഇത് കേട്ട് ബാലചന്ദ്രൻ എല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. നേരം മനു വീണ്ടും പറയുക, അങ്കിളിനെ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്റെ മനസ്സിൽ കണ്ടിരുന്നത്. ഇത് ചീപ്പായി പോയി, ശരിക്കും ചീപ്പായി പോയി അങ്കളെ. നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി എല്ലാവരോടും മത്സരിച്ചവനാ മനുഷ്യങ്ക. എന്നിട്ട് അങ്കിൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. എന്തിനായിരുന്നു അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ഈ കുടുംബത്തിന്റെ സ്വസ്ഥത കളയാനോ? അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശം അങ്കിളിന്റെ മനസ്സിലുണ്ടോ? ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുക, നിനക്കറിയണോ അലീന ആരാണെന്ന്? എന്നാ ഞാൻ പറയാം, എന്റെ മകളാണ്. പക്ഷേ എനിക്കോ എന്റെ ചോരയിൽ പിറന്ന മകളോ അല്ല. ഇത് കേട്ട് മനു ആകെ ഉത്തരം കിട്ടാത്തതുപോലെ നോക്കുക. നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പക്ഷേ എന്റെ ഭാര്യയായ വൈജയന്തി പ്രസവിച്ച മകളാണ്. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. എന്റെ മകളെന്ന സ്ഥാനം കൊടുത്ത അലീന. ഇത് കേട്ട് അമ്പരന്ന് നിൽക്കുന്നുണ്ട്. എന്താ അങ്കളെ പറയുന്നത്? ആന്റിയുടെ മകളോ? നേരം ബാലചന്ദ്രൻ മനുവിന്റെ മുഖത്ത് നോക്കി പറയുക, അതെ മനു, വൈജയന്തി പ്രസവിച്ച് നിന്റെ മുത്തശ്ശനെ രാവുണ്ണി മേനോനെ ഓർഫനേജിൽ ഉപേക്ഷിച്ച ആ കുഞ്ഞ ഇപ്പോൾ ഇവിടെ എന്റെ മകളാന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയിരിക്കുന്ന അലീന. ഇത് കേട്ടത് ഷോക്കേറ്റതുപോലെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. വളരെ വൈകാരികമായി ബാലചന്ദ്രൻ മനസ്സിൽ തൊട്ട് മനുവിനോട് പറയുന്നുണ്ട്. നേരം മനുവിന്റെ കണ്ണൊക്കെ നിറയും. എന്നിട്ട് ബാലചന്ദ്രൻ പറയുക, ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ വലിയച്ഛൻ ഗംഗാധര മേനോനിൽ നിന്ന് തന്നെയാണ്. നഗരിയിൽ വെച്ച് ഇവിടെ ഉണ്ടായിരുന്ന ആർമിക്കാരനായ റാനിനാണ് അലീനയുടെ അച്ഛൻ. അവിടെ വെച്ചുണ്ടായ ബന്ധം ആരും ഇരുചെവി അറിയാതെ ആ ബന്ധം അവസാനിപ്പിച്ച് വൈജയന്തി തിരുവനന്തപുരത്തെ ഒരു ഹോസ്പിറ്റലിൽ അലീനയെ പ്രസവിച്ചു. അങ്ങനെ ആ പെൺകുട്ടീനെ അനാഥാലയത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു. ആ പൊടിക്കുഞ്ഞ് വൈജയന്തിയുടെ ആ ചോര, അലീനയുടെ ശരീരത്തിലോടുന്ന ആ രക്തം വൈജയന്തിയുടേതാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ തകർന്നു പോയി മനു. ഈ നിമിഷം വരെ ഷോക്കിൽ നിന്നും എനിക്ക് കരകയറാനായിട്ടില്ല. അറ്റാക്ക് വന്നു. ബിസിനസ്സും കുടുംബവും കർത്ത് കളഞ്ഞത് ഈ ഒരു വാർത്ത അറിഞ്ഞ ശേഷമാണ്. ഇനി ഒരിക്കലും എനിക്ക് പഴയ ബാലചന്ദ്രനാവാൻ കഴിയില്ല മനു. ഇതറിഞ്ഞ വൈജയന്തി ചിലപ്പോ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. ഇല്ലെങ്കിൽ ഈ വിട്ടുവിട്ടിറങ്ങും. മക്കൾ അറിഞ്ഞ അവൾ എങ്ങനെ ഇവരെ ഫേസ് ചെയ്യും? ഇത് ഒഴിവാക്കാനാ അലീനെ എന്റെ മകളാണെന്ന് ഞാൻ വിളിച്ചു പറയുന്നത്. നേരം ഇതെല്ലാം കേട്ട ശേഷം മനു ബാലചന്ദ്രൻ തോളിൽ ചായച്ച് കരയുന്നുണ്ട്. എന്താ അങ്കളെ ഞാൻ ഈ കേൾക്കുന്നത്? നേരം ബാലചന്ദ്രൻ നിശ്വാസത്തോടെ ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. നേരം മനു ചോദിക്കുക, അലീനയ്ക്ക് ഇതെല്ലാം അറിയാമോ? ആന്റിയാണ് അലീനയുടെ അമ്മയെന്ന്. ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുക, അറിയാം, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അവള് നമ്മളുടെ കൂടെ ഓർഫനേജിൽ നിന്നും ഇങ്ങോട്ട് വന്നത്. നേരം ഇതെല്ലാം കേട്ട് മനു ആകെ ഞെട്ടിത്തെരിച്ചു നിൽക്കുക. ചന്ദ്രനോട് പറയുക, എനിക്കങ്കളെ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു ഒഴുതുകൊണ്ട് മനു ബാലചന്ദ്രനോട് പറയുക. നേരം ബാലചന്ദ്രൻ പറയുക, കാര്യം ഈ ആരോടും പറയേണ്ട. എനിക്കും അലീനയ്ക്കും കൃഷ്ണമോക്കും നിനക്ക് മാത്രമേ ഈ കാര്യം ഈ വീട്ടിൽ അറിയാവൂ. നേരം മനു ചോദിക്കുന്നുണ്ട്, കൃഷ്ണമോക്കും അറിയാമോ? നേരം ബാലചന്ദ്രൻ പറയുക, അറിയേണ്ടി വന്നു. അങ്ങനെയാ കൃഷ്ണമോള് നമ്മുടെ സൈഡായത്. 3 മക്കളും ഒറ്റ കെട്ടായിരുന്നില്ല. ഇനും ലീന നിന്റെ മുറപ്പെണ്ണ, നിനക്ക് കെട്ടാൻ അവകാശമുള്ള എന്റെ പെണ്ണ്. നിനക്ക് അലീനെ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ വിവാഹം ഞാൻ നടത്തും. എന്നെ പോലൊരു പയ്യനെയാണ് അലീനയ്ക്ക്
എനിക്ക് ആവശ്യം. അങ്ങനെയാണെങ്കിൽ അവൾ എന്റെ കയ്യെത്തും ദൂരത്ത് കാണും. ഇത് കേട്ട് മനു ബാലചന്ദ്രനെ നോക്കുക. ഒന്ന് തുടച്ചിട്ട് മനു പറയുക, ഞാൻ അലീനെ ഒന്ന് കാണട്ടെ. ഇത്രയും പറഞ്ഞിട്ട് മനു അവിടുന്ന് പോകുന്നുണ്ട്. നേരം ബാലചന്ദ്രൻ അലീനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നേരം താഴേക്ക് ഇറങ്ങിയ മനു അലീനെ കാണാനായി മുറിയിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ കാണാതായപ്പോ അടുക്കളയിലോട്ട് പോവുക. നേരം അലീന അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുക. നേരം മനു കണ്ണെടുക്കാതെ അലീനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കണ്ണ് നിറഞ്ഞ് മനസ്സ് തകർന്ന് അലീനെ നോക്കുന്നുണ്ട്. നേരം പെട്ടെന്ന് മനുവിനെ കണ്ട അലീന തിരിഞ്ഞു നോക്കുക. നേരം മനുവിന്റെ മുഖം കണ്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ട കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു, എന്താ പറ്റിയത്? നേരം മനു പറയുന്നുണ്ട്, എല്ലാം മനസ്സിലൊതുക്കി എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കായിരുന്നു അല്ലേ നീ? എന്നോടെങ്കിലും നിനക്ക് സത്യം പറയാമായിരുന്നില്ലേ? ജയിച്ചാന്റിയുടെ മകളാണ് നീയാണെന്ന സത്യം. ഇത് കേട്ടതും അലീന ആകെ ഷോക്കോടെ മനുവിനെ നോക്കുന്നുണ്ട്. അലീനയുടെ കണ്ണൊക്കെ നിറയുക. നേരം തൊഴുതുകൊണ്ട് മനുവിന്റെ അരികിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുക, എനിക്ക് മനുവേട്ട. നേരം മനു പറയുന്നുണ്ട്, നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ല? ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടപ്പോയെങ്കിലും എനിക്ക് എല്ലാവരുടെയും മുന്നിൽ ആ സത്യം വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു. ഇത് കേട്ട് നീനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. തൊഴുതുകൊണ്ട് മനുവിനെ നോക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ പ്രസവിച്ച എന്റെ അമ്മയല്ലേ എന്റെ കൂടെ ഉള്ളത്. എന്നെ എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ ഈ കുടുംബം തകരാൻ പാടില്ല. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നോട് ക്ഷമിക്കും മനുവേട്ട. കരഞ്ഞുകൊണ്ട് മനുവിനെ നോക്കി തൊഴുതുകൊണ്ട് പറയുക. നേരം മനു നീനെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് കരയുന്നുണ്ട്. മനുവിന്റെ മനസ്സ് വിങ്ങി പൊട്ടുന്നുണ്ട്. നീനയുടെ വാക്കുകൾ കേട്ട് എന്നിട്ട് നീനോട് മനു പറയുക, നിനക്ക് അച്ഛൻ മാത്രമല്ല ഞാനും ഉണ്ട്. മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ചത് എന്തിനാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മനുവിന്റെ പെണ്ണാണ് ഇനി അലീന. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ ആയിരിക്കും. ആരൊക്കെ എതിർത്താലും നിന്നെ ഞാൻ കല്യാണം കഴിക്കൂ, അത് ഉറപ്പാ അലീനെ. ഇത് കേട്ട അലീന പൊട്ടി പൊട്ടി കരയുന്ന നേരം മനു അറിഞ്ഞുകൊണ്ട് അലീനെ തന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ട്.